1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിനു മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കു വഴിയും ഉണ്ടാക്കും. ഏത് മനുഷ്യൻ്റെ ജീവിതത്തിലും പരീക്ഷകൾ ഉണ്ടാകും. യേശുവിൻ്റെ ജീവിതത്തിൽ പരീക്ഷയുണ്ടായി. പക്ഷേ കർത്താവിൻ്റെ ഒരു പ്രത്യേകത എന്നാണെന്നറിയാമോ? ആമേൻ. ആ പരീക്ഷകളുടെ കൂടെ കർത്താവ് നമുക്ക് അതിനുള്ള പോക്കു വഴി ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോയാലും അതിനകത്തുനിന്ന് പുറത്തു വരാനുള്ള ഒരു വഴി സ്വർഗത്തിലെ ദൈവം നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. ജീസസ് ക്രൈസ്റ്റ്, യേശു ആകുന്നു നമ്മുടെ വഴി. ഏത് പ്രശ്നത്തിൽ നിന്നും പുറത്തു വരുവാൻ യേശു നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് നിങ്ങൾ ഏത് പ്രശ്നത്തിൽ അകപ്പെടുമ്പോഴും ഓർത്തോണം, നിങ്ങൾ തനിച്ചല്ല പ്രശ്നത്തിനകത്തേക്ക് അകപ്പെടുന്നത്, നിങ്ങളും ക്രിസ്തുവും കൂടാണ്. നിങ്ങൾക്ക് തനിച്ചൊരു വിഷയം നിങ്ങളുടെ ജീവിതത്തിലില്ല. നിങ്ങൾ തനിച്ചൊരു വിഷയത്തെ നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്നില്ല. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഒന്നായിരിക്കുന്നത് കൊണ്ട്, യേശു ക്രിസ്തുവിൽ നമ്മൾ എല്ലാവരും ഒന്നായി തീർന്നിരിക്കുന്നത് കൊണ്ട്, ആമേൻ, ദൈവ പൈതലേ, നിങ്ങളുടെ ജീവിതത്തിൽ തനിച്ചൊരു വിഷയമില്ല. നിങ്ങൾക്കെന്ന് പറയുന്ന ഒരു വിഷയമില്ല. എപ്പോഴും യേശുവും നിങ്ങളും കൂടാണ് പ്രശ്നത്തെ കൈകാര്യം ചെയ്തത്. അതുകൊണ്ട് ഏത് വിഷയത്തിനും എന്താ പരിഹാരം? ജീസസ് ഈസ് യുവർ സൊല്യൂഷൻ. യേശുവാണ് നിങ്ങളുടെ പരിഹാരം. യേശു നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം വരുമ്പോൾ ആ പ്രശ്നത്തിന് പരിഹാരമാകും. കാനായിലെ കല്യാണ വീട്ടിൽ ഒരു വലിയ പ്രശ്നമുണ്ടായി. പക്ഷെ പരിഹാരകനായ യേശു അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് പരിഹാരകനായ യേശുവിനെ അറിയത്തില്ലായിരുന്നു. പക്ഷെ യേശുവിൻ്റെ അമ്മയ്ക്ക് അറിയാമായിരുന്നു, ഇവൻ പരിഹാരം കൊടുക്കുവാൻ മതിയായവനാ. വെള്ളത്തെ വീഞ്ഞാക്കാൻ ഇവന് കഴിയുമെന്ന് യേശുവിൻ്റെ അമ്മയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് യേശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു, ഇവൻ എന്തെങ്കിലും നിങ്ങളോട് കൽപ്പിച്ചാൽ നിങ്ങൾ അതുപോലെ ചെയ്തോണം. കാനായിലെ വീട്ടുകാർക്ക് അറിയത്തില്ലായിരുന്നു. എന്നാൽ നമുക്കിന്ന് അറിയാം, ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ സൊല്യൂഷൻ. യേശുവാണ് സൊല്യൂഷൻ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നിങ്ങളൊരു പ്രശ്നത്തിനകത്ത് അകപ്പെടുമ്പോൾ നിങ്ങൾ തനിച്ചല്ല അകപ്പെടുന്നത്. നിങ്ങളൊരു വിഷയത്തെ നേരിടുമ്പോൾ നിങ്ങൾ തനിച്ചല്ല നേരിടുന്നത്. നിങ്ങളൊരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ തനിച്ചല്ല കടന്നു പോകുന്നത്. കാരണം എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ പറയുന്നു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, യേശു നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ കണ്ണൊന്ന് തുറന്നു കിട്ടിയാൽ മതി, യേശു നമ്മുടെ കൂടെ ഉണ്ടാകുക. അതുകൊണ്ട് അത് നമ്മൾ തിരിച്ചറിയാൻ എന്താ ചെയ്യേണ്ടത്? നമ്മളൊരു പ്രശ്നത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ അയ്യോ ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് നിലവിളിക്കരുത്. ആമേൻ. പ്രാർത്ഥിക്കണം, കർത്താവേ, ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം അങ്ങ് കണ്ടിട്ടുള്ളതിനായി സ്തോത്രം. ആ പരിഹാരത്തെ കാണുവാൻ, അങ്ങ് ഒരുക്കിയിരിക്കുന്ന സൊല്യൂഷൻ കാണുവാൻ എൻ്റെ കണ്ണുകളെ തുറന്നു തരണമേ. തനിച്ച് വിഷയത്തെ കൈകാര്യം ചെയ്യാൻ പോയാൽ ചിലപ്പോൾ പരിഹാരം കാണാൻ പറ്റിയെന്ന് വരത്തില്ല. എന്നാൽ ഞാനും ക്രിസ്തുവും കൂടാണ് കൈകാര്യം ചെയ്യുന്നത്. അവൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിൽ ചില സൊല്യൂഷനുകൾ യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. എങ്ങനെ പരിഹരിക്കുമെന്ന് അറിയാൻ മേലാതെ നിൽക്കുന്ന ചില വിഷയത്തിൻ്റെ മുമ്പിൽ പരിഹാരം ഉണ്ടാകട്ടെ. ചെങ്കടലിന്റെ മുമ്പിൽ മോശ നിൽക്കുമ്പോൾ മോശയ്ക്ക് അറിയത്തില്ല എങ്ങനെ ഇതിനെ പരിഹരിക്കാം. എന്നാൽ സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ വഴി കാണിച്ചു കൊടുത്തതുപോലെ ഇന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചില സൊല്യൂഷനുകൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ട് വരട്ടെ. ആമേൻ. നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ, കർത്താവേ, ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ ഒരു സൊല്യൂഷൻ കാണിച്ചതാ, ഒരു പരിഹാര മാർഗം കാണിച്ചതാ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. അവിടെ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യത്തിനായി സ്തോത്രം. വേഗത്തിൽ തന്നെ അതിനുള്ള പരിഹാരത്തിനുള്ള വഴി കർത്താവ് തുറന്നു കഴിഞ്ഞതിന് സ്തോത്രം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രശ്നത്തിന് ഇന്ന് തന്നെ പരിഹാരം വന്നിരിക്കുന്നു.